സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി 10 വർഷത്തെ പിണറായി വിജയന്റെ കിരാത ഭരണം അവസാനിപ്പിച്ച് UDF ഭരണത്തിൽ വരും എന്നാണ് സാധാരണക്കാരുടെ ഒരു പ്രതീക്ഷ എന്ന് മാധ്യമങ്ങളിലൂടെ പല വാർത്തകൾ കണ്ടപ്പോൾ നമുക്ക് തോന്നുകയുണ്ടായി. പല രാഷ്ട്രീയ നിരീക്ഷകരും അത്തരത്തിൽ തന്നെയാണ് പല അവലോകനങ്ങളും കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സാർ ഉൾപ്പെടെയുള്ള പല രാഷ്ട്രീയ നിരീക്ഷകരും അതിൻ്റെ കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് പിണറായി ഭരണത്തിന് ഒരു അറുതി വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പല വീഡിയോയിലും സംസാരിച്ചിട്ടുണ്ട്. എന്നാലിപ്പോൾ ഫലപ്രഖ്യാപനം വരുന്നതിന് മുമ്പ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള അടി തുടങ്ങിയിരിക്കുന്നു. വോട്ടെണ്ണൽ തുടങ്ങിയിട്ടില്ല. ഊഹാപോഹങ്ങൾ മാത്രമാണ്. UDF അനുകൂലമായിട്ടാണ് ജനങ്ങൾ വിധി എഴുതിയെന്നുള്ളത്. അത് പെട്ടി പൊട്ടിക്കുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല. എന്നിട്ട് പോലും കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെ ചൊല്ലിയുള്ള ഒരു അടി നടക്കുമ്പോൾ ആ ആലോചനകളെല്ലാം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് എതിരെ ഉണ്ടാകുന്ന ചില കരുനീക്കങ്ങളായി മാറുമ്പോൾ AICCയുടെ വക്താവായ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് കേരളത്തിലെ തലമുതിർന്ന നേതാവും മുൻ KPCC പ്രസിഡന്റുമായ K സുധാകരൻ തന്നെ FB കുറിപ്പിട്ട് രംഗത്ത് വരികയും ഇപ്പോഴും തൻ്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയുമ്പോൾ ഫലത്തിൽ ഇത് UDF അനുകൂലമായി വിധി എഴുതി എന്ന് പറയുന്ന ജനത്തിനെ അവഹേളിക്കുന്നതിന് തുല്യം തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ KC രമേശ് എന്ന് പറയുന്ന അഖിലേന്ത്യാ നേതാവിന് ഇന്നിപ്പോൾ KC വേണുഗോപാലിന് ഇന്നിപ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിനെ ചൊല്ലി ഉണ്ടായിട്ടുള്ള ഈ അപവാദങ്ങളോ ആരോപണങ്ങളോ തിരുത്തുവാൻ വലിയൊരു ബാധ്യതയില്ലേ? എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് കാണുന്ന കോലാഹലങ്ങൾക്ക് പുറകിൽ അദ്ദേഹം തന്നെയാണ് എന്നുള്ള ചില ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ലേ? എന്താണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ അങ്ങേക്ക് ഈ കാര്യത്തിൽ കുറിച്ച് പറയാനുള്ളത്? അതായത് ഇലക്ഷന് മുമ്പ് തന്നെ കേരളത്തിലെ കോൺഗ്രസിൽ ഭിന്നിപ്പുണ്ടെന്നും തമ്മിലടിയാണെന്നും വരുത്തി വെക്കാൻ K സുധാകരന് കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ ഇലക്ഷനിൽ UDF ഉണ്ടായിട്ടുള്ള ആകപ്പാടുള്ള നെഗറ്റീവ് വശം. അല്ലാത്ത യാതൊരു തരത്തിലും അടിയോ ഇടിയോ തകർച്ചയോ കേരളത്തിൽ UDF ഉണ്ടായിരുന്നില്ല. ഞാൻ 140 മണ്ഡലങ്ങളിലും കേന്ദ്രീകരിച്ച് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. പല ജനങ്ങളെയും പല ആളുകളെയും നേരിട്ട് കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടിട്ട്, സാധാരണക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ അവർ എടുത്തു പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട CPM പ്രചരിപ്പിക്കുന്നത് ഈ UDF ഒരു കാരണവശാലും ഒരു ഏകീകരണം ഉണ്ടാവില്ല, തമ്മിലടിയാണ്, അവർക്ക് ഭരണം കിട്ടിയാൽ തമ്മിലടിക്കാനുള്ള സമയമേ ഉണ്ടാവുള്ളൂ എന്നുള്ള തെളിവാണ് K സുധാകരൻ അന്ന് ഇലക്ഷനിൽ തനിക്ക് സ്ഥാനാർത്ഥിയാവണം, ഞാൻ കണ്ണൂരിൽ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നമുണ്ടാക്കുകയും അവസാനം വരെ അത് ഡൽഹി വരെ കൊണ്ടുപോവുകയും അവസാനം രാഹുൽ ഗാന്ധിയും അതേപോലെ ഖാർഗെയും ഒക്കെ ഇടപെട്ട് AK ആന്റണിയൊക്കെ ഇടപെട്ടിട്ട് പരിഹരിക്കുകയും ചെയ്തത്. ഒരാഴ്ചക്കാലമാണ് ആ നിർണായകമായ സന്ദർഭത്തിൽ കോൺഗ്രസിനെയും കേരളത്തിലെ UDF പ്രവർത്തകരെയും മുൾമുനയിൽ നിർത്തിയത്. K സുധാകരനുമായി ഞാൻ അടുത്ത ബന്ധമുള്ള ആളാണ്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, അദ്ദേഹത്തിന്റെ നിലപാടുകളെ ഏറ്റവും പിന്തുണയ്ക്കുന്ന ആളാണ്. പിണറായിക്കെതിരെ ഏറ്റവും ഫൈറ്റ് ചെയ്യുന്ന ഒരു നേതാവ് എന്ന നിലയിൽ കണ്ണൂരിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തമാക്കി, അതേപോലെ ആരെങ്കിലും ഏറ്റുമുട്ടിയാൽ തിരിച്ചടിക്കാനുള്ള ശക്തിയുള്ള ദുർഗമാക്കി മാറ്റുന്നതിൽ K സുധാകരനുള്ള പങ്കിന് നമ്മൾ യാതൊരു വില കുറച്ച് കാണിക്കാൻ പറ്റില്ല. സീനിയർ നേതാവ് എന്ന രീതിയിൽ കോൺഗ്രസിന് പിണറായിക്ക് തുല്യം സേവനങ്ങൾ വലുതാണ്. പിണറായിക്ക് തുല്യം, ഗുണ്ടായുസത്തിന് തുല്യം, ഞങ്ങളെ തൊട്ട തിരിച്ചടി കിട്ടും എന്നുള്ള പേടിയുണ്ടാക്കി കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ സാധാരണക്കാരെ പോലും സംരക്ഷിച്ചുള്ള നേതാവ് അദ്ദേഹം ശരിക്കുള്ള നേതാവ് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് അത്തും പുത്തിയും ഉണ്ടായി തോന്നിയോ അതല്ല വേറെ എന്തെങ്കിലും തകരാറാണോ അറിയില്ല, അന്നുണ്ടാക്കിയ പ്രശ്നം കേരളത്തിലെ അതുവരെ ഉണ്ടായിരുന്ന UDF മികവിനെ ഏറ്റവും ഇകഴ്ത്തി കാട്ടാനും അതിലൊരു കുറഞ്ഞ ശതമാനം വോട്ട് കുറയ്ക്കാനും അദ്ദേഹത്തിന് നടപടി കൊണ്ട് കുറഞ്ഞു എന്നല്ലാതെ വേറൊരു സംഭവം അതുകൊണ്ട് നേട്ടമുണ്ടായിട്ടില്ല. അല്ല, സുധാകരനെ പോലുള്ള ഒരു സീനിയർ നേതാവിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതീക്ഷിക്കാത്തൊരു പ്രവൃത്തി തന്നെയായിരുന്നു. അദ്ദേഹം MP ആയിട്ടുള്ള ഒരാളാണ്. MP ആയിട്ടുള്ള ഒരാൾ തീർച്ചയായും ചെയ്യേണ്ടത് എന്താ, വയസ്സായി അദ്ദേഹം മറ്റു നേതാക്കന്മാർക്ക് താഴെ തൻ്റെ കീഴിലുള്ള ശിഷ്യന്മാരായ ധാരാളം ആളുകളുണ്ട്, ഒരു സ്ഥാനവും കിട്ടാത്ത ധാരാളം ആളുകളുണ്ട്. അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നതിന് പകരം അദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് സ്വയം പ്രഖ്യാപിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ആ ലെവലിലേക്ക് വന്നത് കോൺഗ്രസിന് UDF വല്ലാതെ തിരിച്ചടിയായി എന്നുള്ളത് സംശയം. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള തുടക്കത്തിൻ്റെ കാരണവും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഇപ്പോഴത്തെ പോസ്റ്റാണ്. ആദ്യം അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞെടുത്തപ്പം KC വേണുഗോപാൽ ആവണം എന്ന് പറഞ്ഞ് അദ്ദേഹം ശക്തമായി പോസ്റ്റ് ഇട്ടതിൻ്റെ പിന്നിൽ
KC വേണുഗോപാലിന്റെ ശക്തമായ ഇടപെടൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശക്തമായ നിർദ്ദേശമില്ലെങ്കിൽ സുധാകരൻ അത്രയൊരു പോസ്റ്റ് ഇടില്ല വീണ്ടും. കാരണം ആദ്യം അദ്ദേഹത്തിന് തിരിച്ചടി കിട്ടിയ സ്ഥാനത്ത് വീണ്ടും തിരിച്ചടി കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഒരു MP ആയ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണം എന്ന് പറയുന്നതിലെ അനൗചിത്യം, അതായത് ഒരു MP മാരും മത്സരിക്കാൻ പാടില്ല, അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, പുതിയ MLA മാർ വരട്ടെ, അവരെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് വരട്ടെ എന്നുള്ള നിലപാടെടുക്കേണ്ട സുധാകരൻ അങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ KC വേണുഗോപാൽ അതിനെ തള്ളിക്കളഞ്ഞില്ല. അദ്ദേഹം ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല, മാത്രമല്ല MP ആയ എനിക്ക് അത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്, MLA മാർ തെരഞ്ഞെടുക്കുന്ന MLA മാരിൽ നിന്നാണ് വരേണ്ടത് എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. സർ, ഒന്ന് ഇടപെട്ടൊന്ന് സംസാരിച്ചോട്ടെ. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് KC വേണുഗോപാലിൻ്റെ മറ്റൊരു പ്രസ്താവന ഉണ്ടായിരുന്നു, അത് ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ടതാണ്. അതായത് കേരളത്തിലെ മത്സര രംഗത്ത്, അതായത് 140 മണ്ഡലങ്ങളിലും മത്സരിക്കാത്ത ആരെങ്കിലും ഒരാൾ UDFന് മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ അധികാര കേന്ദ്രങ്ങളിലേക്ക് വരാൻ പാടില്ലായികയില്ല. അതായത് മത്സരിക്കാത്ത ആരെങ്കിലും കോൺഗ്രസിനെ നയിക്കാൻ വേണ്ടി വരും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് KC വേണുഗോപാൽ നൽകിയത്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ സുധാകരൻ ഇട്ട പോസ്റ്റിന് പിറകിലെ ചാലകശക്തിയും പ്രേരക ശക്തിയും KC വേണുഗോപാൽ തന്നെയല്ലേ? അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ മറ്റു MLA മാരോ മറ്റു കോൺഗ്രസ് നേതാക്കന്മാരോ ഇതുവരെ പോസ്റ്റ് ഇടാൻ തയ്യാറാവുകയില്ല. കേരളത്തിൽ ഇതുവരെ അച്ചടക്കത്തിന്റെ പടവാൾ ഓങ്ങി എല്ലാവരെയും ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവരാൻ UDF ടീമാണെന്ന് കൊണ്ടുവരാന്നതിൽ VD സതീശൻ വിജയിച്ചിട്ടുണ്ട്. പലപ്പോഴും എതിരായി നിൽക്കുന്ന ആൾക്കാരെ കൃത്യമായി പറഞ്ഞൊതുക്കുന്നതിലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. മാത്രമല്ല CPM-ന്റെ ഉള്ളിലെ പ്രമുഖരായ നേതാക്കന്മാരെ അടർത്തിയെടുത്ത്, ജനങ്ങളുമായി ബന്ധമുള്ള നേതാക്കന്മാരെ അടർത്തിയെടുത്ത് അത് കൃത്യസ്ഥലത്ത് മത്സരിപ്പിച്ച് കോൺഗ്രസ് ജയിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ അവരെ മത്സരിപ്പിച്ച് CPM-ന്റെ ഉള്ളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള നേതാവ് കൂടിയാണ് VD സതീശൻ എന്ന് മാത്രമല്ല, പുതുയുഗ യാത്ര ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിനുള്ള പിന്തുണ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കണ്ടിട്ടുള്ളതാണ്. വലിയ ജനക്കൂട്ടമായിരുന്നു. 10,000-കണക്കിന് ആളുകൾ ഒഴുകിയെത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ തോളിലേറ്റിയാണ് സ്റ്റേജിലെത്തിച്ചിട്ടുള്ള ഓരോ സ്ഥലത്തും. അത്രയും ജനപ്രവാഹമായിരുന്നു. അതിനർത്ഥം ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ, ജനങ്ങളെ അംഗീകരിക്കുന്ന ഒരു നേതാവ്, പ്രതീക്ഷയുള്ള നേതാവ്, അദ്ദേഹം നയിക്കാൻ കഴിവുള്ള നേതാവ്. കഴിഞ്ഞ 5 വർഷത്തെ ഇലക്ഷൻ എടുത്ത് നോക്കി നോക്കൂ. ഈ 2021 ശേഷം നടന്ന പുതുപ്പള്ളി ഇലക്ഷൻ ആണെങ്കിലും, തൃക്കാക്കര ഇലക്ഷൻ ആണെങ്കിലും, പാലക്കാട് ഇലക്ഷൻ ആണെങ്കിലും, നിലമ്പൂർ ഇലക്ഷൻ, ചേലക്കര ഇലക്ഷൻ ആണെങ്കിലും, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണെങ്കിലും, ലോക്സഭാ ഇലക്ഷൻ ആണെങ്കിലും UDFനെ വിജയത്തിലെത്തിക്കാൻ അദ്ദേഹം ആണ് നേതൃത്വം കൊടുത്തത്, വേറെ ആരുമല്ല. എല്ലാവരെയും ഒരേപോലെ കോർത്തിണക്കി ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തി. അങ്ങനെ നേതൃത്വം നടത്തിയിട്ടുള്ള ഒരാൾക്ക് കേരളത്തെ നയിക്കാനും അർഹതയുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കണ്ടിന്യൂസ് ആയുള്ള അദ്ദേഹത്തിന്റെ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് നിൽക്കുന്നത്. ആ സന്ദർഭത്തിൽ ഇത്തരം ആഘാതങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള വിജയത്തിന്റെ മാറ്റ് കുറയ്ക്കാൻ വേണ്ടി ഈ KC വേണുഗോപാൽ ഇത്തരം പകടകളി കളിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ മലീമസമായ രാഷ്ട്രീയമായി എതിരാളികൾ മാത്രമല്ല വോട്ട് ചെയ്ത ജനങ്ങൾ പോലും കരുതും എന്നുള്ളതാണ് സത്യം. അല്ല, തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ ഈ 2026 തെരഞ്ഞെടുപ്പിൽ CPM-ന് ഏറ്റവും കൂടുതൽ വിനയായി തീർന്നിരിക്കുന്നത് കോൺഗ്രസ്സുകാരോ BJP-കാരോ അല്ല, CPM-കാർ തന്നെയാണ് എന്നുള്ളതാണ് പൊതുവെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന ആ ടീം UDF എന്നുള്ള ആ ഒരു ധാരണ ഇല്ലാതാക്കുവാൻ വേണ്ടി മാത്രമേ രമേശിൻ്റെയും ഈ KC വേണുഗോപാലിൻ്റെയും ഈ K സുധാകരൻ്റെയും എല്ലാം ഈ പ്രസ്താവന കൊണ്ട് ഉപകരിച്ചിട്ടുള്ളൂ. രമേശ് ചെന്നിത്തല ആവട്ടെ ഇന്നലെ ഡൽഹിക്ക് പോയിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി ചർച്ചയെക്കുറിച്ച് പറയാനല്ല എങ്കിലും അദ്ദേഹം മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള ആളാണ്, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ആലോചിക്കാൻ വേണ്ടി പോയതാണെന്ന് പറയുമ്പോഴും ഡൽഹിയിലെ നേതാക്കളെ കണ്ട് കേരളത്തിലെ ഈ വിഷയം സൂചിപ്പിക്കും എന്ന് പറയുന്നു. ഇവിടെ മറ്റൊരു കാര്യം എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ പ്രബല സാമുദായിക സംഘടനകളായ NSS-ഉം SNDP-യും കൊടിയ ഒരു ശത്രുതയാണ് VD സതീശനോട് കാണിച്ചിരുന്നത്. VD സതീശൻ എന്ന നേതാവ് മുഖ്യമന്ത്രിയായി വരുന്നതിനോട് ഒരു തരത്തിലും യോജിപ്പില്ല എന്ന് പരസ്യമായി പറയാൻ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു സാമുദായിക നേതാവ് തയ്യാറായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട അവസ്ഥ. പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളെ കാണുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി ആകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതാവിന് കേരളത്തിലെ പ്രബല സമുദായങ്ങളുടെ പിന്തുണയില്ല എന്ന തരത്തിലൊക്കെ ചില സംസാരങ്ങൾ നടക്കുകയാണെങ്കിൽ VD സതീശൻ എന്ന ടീം UDFന് നയിച്ച നേതാവിന് ഇവിടെ മുഖ്യമന്ത്രി പദം നിഷേധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കും.
അല്ല, അങ്ങനെയൊന്നും കഴിയില്ല എന്നുള്ള തെളിവാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരേ നിലപാടെടുത്ത് ഈ സമുദായ നേതാക്കന്മാരെ മുന്നിൽ നിർത്തിയല്ല, പിന്നിൽ നിർത്തിയല്ല, അവർക്ക് സപ്പോർട്ട് ചെയ്യാം, അവരെ തള്ളി പറയുകയല്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട്, അത് വെള്ളാപ്പള്ളി ആണെങ്കിലും അദ്ദേഹം മുതിർന്ന ആളാണ്, എനിക്ക് അദ്ദേഹത്തോടൊന്നും പറയാനില്ല, അദ്ദേഹം എന്തെങ്കിലും പറയട്ടെ, എന്നാൽ അവരുടെ വിമർശനങ്ങൾക്കൊന്നും വില കൊടുക്കാതെ അദ്ദേഹം കൃത്യമായി മുന്നോട്ട് പോയി. അതിന്റെ ഭാഗം എന്താണ് ഉണ്ടായിട്ടുള്ള ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പോലും സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിന് NSS ആദ്യം ഭയങ്കര കപടത്തരങ്ങൾ കാണിച്ചെങ്കിലും അവസാനം അവർക്കും ആ നിലപാടിലേക്ക് വന്നു. അതിന് VD സതീഷ് അവിടെ നിരങ്ങാൻ പോയോ? ഇല്ലല്ലോ. അവർക്ക് ആ നിലപാടിലേക്ക് വന്നത് ഉറച്ച ശക്തമായ ഭരണത്തിനെതിരെയുള്ള നിലപാടുകൾ എടുത്ത് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചത് കൊണ്ടാണ്. VD സതീശൻ എന്ന് പറയുന്ന ആള് ഈ കുഞ്ഞാലിക്കുട്ടിയേക്കാൾ അദ്ദേഹത്തിനേക്കാൾ വയസ്സ് കുറവുണ്ടെങ്കിലും ഭരണത്തിൽ മുഖ്യമന്ത്രിമാരായിരുന്നിട്ടില്ലെങ്കിലും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാരടങ്ങുന്ന മുന്നണിയെ, മുതിർന്ന നേതാക്കന്മാരടങ്ങിയ മുന്നണിയെ എങ്ങനെ അദ്ദേഹം നയിക്കുമെന്നുള്ള ഒരു ആശയം കൊണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഘട്ടം നേരത്തെ എന്നോ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവരായിട്ടുള്ള ബന്ധം മുമ്പത്തേക്കാൾ ശക്തമാവുകയും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള പുതുയുഗ യാത്ര ഇവരെ എല്ലാവരും കൂടെ സമന്വയിപ്പിച്ചൊരു വലിയ ജനപ്രവാഹമായിട്ട് തീരുകയും അങ്ങനെ കേരള ചരിത്രത്തിൽ പുതിയൊരു അധ്യായത്തിന് ഉണ്ടാവുകയും അങ്ങനെ വൻ വിജയം നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാള് ആ ലെവലിൽ നിൽക്കുമ്പോൾ അതിനെ വെട്ടിമാറ്റാൻ വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിലെ ഇലക്ഷനിലെല്ലാം നേതൃത്വം കൊടുത്ത് പരാജയപ്പെട്ട KC വേണുഗോപാൽ വരുമ്പോൾ നമ്മൾ ഈ അട്ടിമറിയെ സാധാരണ ജനങ്ങൾ അംഗീകരിക്കില്ല, കോൺഗ്രസിലെ അണികൾ അംഗീകരിക്കില്ല, മറ്റു പാർട്ടികളിലെ അണികളും അംഗീകരിക്കില്ല. അതിന്റെ തെളിവാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ 10,000 പൊങ്കാലയിടുകയും അവസാനം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റ് ബോക്സ് അടച്ചിടേണ്ടിയും വന്നു. അത് ജനങ്ങളുടെ വികാരമാണ്. ജനങ്ങൾ ആരുടെ കൂടെയാണ്? VD സതീഷിന്റെ കൂടെയാണ്. ജനങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാടിനോടൊപ്പമാണ്. അങ്ങനെ ഒരു നേതാവാണ് വരേണ്ടതെന്ന് ജനങ്ങൾ ചിന്തിക്കും. അതിനാണ് വോട്ട് ചെയ്തത്. സാർ, ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട അവസ്ഥയാണ്. കാരണം 10 വർഷക്കാലമായി കേരളത്തിൽ നിർജീവാവസ്ഥയിലുണ്ടായിരുന്ന ഈ ഒരു സംവിധാനത്തെ കെട്ടുറപ്പുള്ളതാക്കി മാറ്റി ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നതിന് VD സതീശൻ കാണിച്ച പാടവം ആർജവം വളരെ വലുത് തന്നെയാണ്. അതായത് കേരളം ആരാധനയോടുകൂടി ലീഡർ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന കരുണാകരൻ്റെ ഒരു പാടവം എന്നാണ് ഇപ്പോൾ എൻ്റെ പരിമിതമായ രാഷ്ട്രീയ അവബോധത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ അത്ര കണ്ട് കെട്ടുറപ്പോടുകൂടി UDF സംവിധാനത്തെ കൊണ്ടുപോവുകയും തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി താൻ തെരഞ്ഞെടുപ്പിൽ നയിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ താൻ ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന ഉറച്ച നിലപാടുകളോടുകൂടി പൊതുരംഗത്ത് നിന്ന് ജനങ്ങളെ നേരിടുകയും രാഷ്ട്രീയ എതിരാളികളെ നേരിടുകയൊക്കെ ചെയ്ത ഒരു നേതാവ് അവസാനം ഭരണം കയ്യിൽ കിട്ടും എന്നുള്ള ഉറപ്പ് വന്നപ്പോൾ അദ്ദേഹത്തെ ഒരു തരത്തിലേക്ക് മൂലക്കിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു വിധ്വംസക പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടന്നതെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് കൃത്യമായി ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. ഈ KC വേണുഗോപാലിനെ പോലുള്ള ആളുകൾക്ക് ഈ പ്രസ്താവനയിലുള്ള പങ്ക് മനസ്സിലാക്കി തിരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇന്നിപ്പോൾ ബംഗാളിൽ CPM-നുണ്ടായ അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിന് തകർച്ചയിലേക്ക് പോകേണ്ടതായി വരും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് മനസ്സിലാക്കി പാഠം ഉൾക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ കിട്ടാവുന്ന അവസാനത്തെ ഭരണമായിരിക്കും കോൺഗ്രസിന്. ഇത് അങ്ങനെയാവും. അതായത് ഗ്രൂപ്പ് കളി അവസാനിപ്പിച്ച് കോൺഗ്രസിനെ ഒറ്റക്കെട്ടാക്കി, മുന്നണിയെ ഒറ്റക്കെട്ടാക്കി, അതിലേക്ക് CPM-ലെ സമുന്നതരായ നേതാക്കന്മാർക്ക് ഇലക്ഷനിൽ അടക്കം മത്സരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി ഡെവലപ്പ് ചെയ്ത് ഒരു ആശയത്തിൻ്റെ പേരിൽ അവരെ നിലപാടുകളുടെ പേരിൽ അവരെ അതിലേക്ക് കൊണ്ടുവന്ന് പിണറായിയുടെ ഏകാധിപത്യത്തെ, അതേപോലെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടാ മാഫിയ ഭരണത്തെ പൂർണ്ണമായി എതിർത്തുകൊണ്ട് ഒരു കാലഘട്ടത്തിലും CPM-ന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ അടർത്തിക്കൊണ്ടുവരാൻ പറ്റാത്ത ആൾക്കാരെ, വമ്പൻ സ്രാവുകളെ, അതും CPM-ന്റെ ഏറ്റവും ശക്തിയുള്ള സ്ഥലങ്ങളിൽ മത്സരിപ്പിക്കാൻ, ആലപ്പുഴ, കണ്ണൂർ പോലുള്ള സ്ഥലങ്ങൾ, കണ്ണൂരിലെ പയ്യന്നൂരിലും തളിപ്പറമ്പിൽ അടക്കം മത്സരിപ്പിക്കാൻ തൻ്റെ ഇടമുള്ള ആക്കി കൊടുക്കുക. കാരണം തൻ്റെ ഉണ്ടാവണമെങ്കിൽ ഇപ്പുറത്ത് ശക്തി ഉണ്ടാവണം. ശക്തി ഇല്ലെങ്കിൽ അവർക്ക് അടി കിട്ടും, കൊല്ലപ്പെടും. ആ സ്ഥലത്ത് അവർക്ക് എല്ലാതര പിന്തുണയും കൊടുത്ത് അവരെ മത്സരിപ്പിക്കുകയും ആ സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര വിള്ളലുണ്ടാകാൻ പോകുന്നു. ഇലക്ഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി തകർന്നു തരിപ്പണമാകും എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്ത ശേഷം അതിന് നേതൃത്വം കൊടുത്ത ആളെ വെട്ടിമാറ്റി കഴിഞ്ഞാൽ
ആദ്യം വെട്ടിമാറ്റുന്നത് KC വേണുഗോപാലിനായിരിക്കും കേരളത്തിൽ. കാരണം KC വേണുഗോപാൽ മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ വെട്ടിമാറ്റും. അദ്ദേഹത്തിന് രണ്ടാമത് ഇലക്ഷനിൽ നിന്ന് ജയിക്കേണ്ടി വരാൻ ഒരവസരം ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ കളികളൊന്നും കേരളത്തിൽ നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അത്രയും ജനങ്ങൾ രോഷാകുലരാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ജനവിരുദ്ധമായ ഒരു ഭരണത്തെ കൃത്യമായി പോരാട്ടത്തിലൂടെ കൃത്യമായി നയിച്ചിവിടെ എത്തിച്ചിട്ട് നയിച്ച നായകനെ വെട്ടിമാറ്റി ഒരു വില്ലൻ വരികയാണെങ്കിൽ ആ വില്ലനെ വെട്ടിമാറ്റാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ 10,000 ശകാര വർഷങ്ങൾ കൊണ്ട് ഇറങ്ങിയത് എന്നുള്ള സത്യം. ഒരു 10% ആളുകളുടെ സപ്പോർട്ട് പോലും അതിൽ സുധാകരന്റെ പോസ്റ്റ് ഉണ്ടായിട്ടില്ല. ഇതൊരു വലിയ തെളിവാണ്. അത് മാത്രമല്ല, ആര് എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ അവർക്കെതിരെ ശക്തമായ രൂപത്തിൽ MLA-മാർക്കെതിരെ അടക്കം ഇപ്പം റോഷി ജോണിന്റെയും അതേപോലെ പല ആളുകളുടെയും പോസ്റ്റുകൾ വന്നിട്ട് ശിവകുമാറിന്റെ ഒക്കെ പഴകുളം ഇവരെയൊക്കെ പോസ്റ്റുകൾ താഴെ വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ അതുപോലെ നിഷ്പക്ഷരായ ആളുകൾ പോസ്റ്റ് ഇടുകയാണ് അതിനെതിരായിട്ട്. കാരണം VD സതീശൻ ഒരു നിലപാടുള്ള നേതാവാണ്. അങ്ങനെ ഒരു നിലപാടുള്ള നേതാവാണ് വരേണ്ടത്. കാരണം അദ്ദേഹമാണ് നയിച്ചത്, അദ്ദേഹമാണ് ഇവിടെ എത്തിച്ചത്. ഇവിടെ എത്തിച്ച ശേഷം കാട് വീടായാൽ ആശാരി പുറത്ത് എന്ന് പറയുന്ന പോലെ VD സതീശനെ വെട്ടിമാറ്റുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്മൃതി പരുത്തിക്കാട് പറഞ്ഞ പോലെ ഇതുവരെ എല്ലാ കാര്യങ്ങളും നേതൃത്വം കൊടുത്ത ശേഷം 90 സീറ്റിൽ മേതെ കിട്ടിയാൽ പിന്നെ ഹൈക്കമാൻഡിന് VD സതീശനല്ലാതെ വേറെ ആളെ നോക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് ഈ സ്മൃതി പരുത്തിക്കാട് ഒരു വിലയിരുത്തൽ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ്. അത് 100% സത്യസന്ധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100 അല്ല, ചിലപ്പോൾ 110 സീറ്റ് വരെയും ചിലപ്പോൾ 140 സീറ്റ് വരെയും UDF-ന് കിട്ടാൻ സാധ്യത. 90 മുതൽ 102 വരെ സീറ്റ് എന്നുള്ള ഏതാണ്ട് ഉറപ്പായിട്ടുള്ള അവസ്ഥയിലാണ് പറയുന്നത്. ഇപ്പോൾ വരുന്ന CPM-നുള്ളിൽ നിന്നുള്ള ഒരു വിവരം വരുന്നത് EP ജയരാജന്മാർ 3 പേരും അല്ലെ ജയരാജന്മാർ 3 പേരും അതേപോലെ ഷംസീർ അടക്കമുള്ള CPM-ലെ സമുന്നതരായ നേതാക്കൾ പിണറായി വിജയൻ ഇപ്രാവശ്യം തോൽക്കണം എന്നുള്ള ഉദ്ദേശത്തു കൂടി പാരലലായിട്ട് CPM-ന്റെ ഉള്ളിൽ പണിയെടുത്തു, അത് വോട്ട് മറച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിലടക്കം ഒറ്റ സീറ്റും, കോഴിക്കോട് കണ്ണൂർ പ്രദേശത്ത് മലബാറിൽ ഒറ്റ സീറ്റും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. വൻ തകർച്ച. എന്തായാലും KC വേണുഗോപാലിന്റെ ഈ ഒരു താല്പര്യം മനപ്പായസം മാത്രമായിട്ട് അവശേഷിക്കും എന്നാണ് ഇപ്പോഴത്തെ പല രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. മെയ് 4-ാം തീയതി 4 മണിക്ക് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്ന് വിചാരിക്കുക. അതുവരെ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.